ഇനി നമുക്ക് പറയുവാനുള്ളത് മറ്റൊരു അസുഖത്തെക്കുറിച്ചാണ്. ഈ അസുഖം മാരാരോഗമാണ്. ഇന്ന് ശാസ്ത്രം ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിറച്ചു നിൽക്കുന്ന ഒരു രോഗമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? ഇതിന്റെ റിസർച്ചിന്റെ ഭാഗമായി ഒരു പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ രസകരമാണ്. നമ്മൾ ഒരുപാട് ഭയപ്പെടുന്ന ക്യാൻസർ, അതുപോലെ തന്നെ ഡയബറ്റീസ്, പ്രഷർ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം അപ്പുറമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നു. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലൂടെ ഈ രോഗങ്ങളെല്ലാം ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മറ്റൊരു രസകരമായിട്ടുള്ള വസ്തുത. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ഏകദേശം 120 ട്രില്യൺ കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെല്ലാം വളരെ വളരെ ആഹ്ലാദത്തിലാണ്. ഒരു ബയോ ക്യാമറ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ കോശങ്ങളെല്ലാം ആനന്ദ നൃത്തമാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോശങ്ങളെല്ലാം തമ്മിൽ പ്രണയത്തിലാണ്, സ്നേഹത്തിലാണ് എന്നർത്ഥം. അതോടൊപ്പം തന്നെ നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മറ്റൊരാളോടും ഈ കോശങ്ങൾ അത്രമാത്രം അടുപ്പത്തിലാണ്, സ്നേഹത്തിലാണ്. ഇനി വരുന്നതാണ് രസകരമായിട്ടുള്ള കാര്യം. നമ്മുടെ മനസ്സ് മറ്റൊരാളോട് എതിർപ്പുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളോട് നമ്മൾ ഒരു പക പോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യം, നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ അത്ഭുതപ്പെടുന്നു. ഞാൻ എന്ത് ചെയ്യണം എന്ന് അത്ഭുതപ്പെടുന്നു. ആ വ്യക്തിയെ തകർക്കണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്, ഈ കോശങ്ങളാകെ കൺഫ്യൂഷനാവും. പക്ഷേ ബ്രെയിൻ കൊടുക്കുന്ന നിർദ്ദേശം കോശം അനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് കോശം ഇതിനെതിരായിട്ട്, ഈ സ്നേഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഇത് മറ്റൊരാളോടാണ്. പക്ഷെ അതൊരു ശീലമാകുന്ന സമയത്ത് പരസ്പരം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ വിഘടിക്കുവാൻ തുടങ്ങും. അവിടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് നഷ്ടമാവും. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ കോശങ്ങളെല്ലാം ഒരുമിച്ച് സംഘടിച്ച് അതിനെതിരെ പ്രവർത്തിക്കുമ്പോഴാണ് ആ മുറിവ് മാറുന്നത്. ഇവിടെ കോശങ്ങൾ വിഘടിച്ചു നിൽക്കുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു. ഇതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് കൊടുത്തിരിക്കുന്ന ഒരു രസകരമായിട്ടുള്ള നിർവചനം. നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് മാത്രമാണ്: മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കുക. കളങ്കമില്ലാതെ, മറ്റൊരാളോട് പകയില്ലാതെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അതിലൂടെ നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ ആരോഗ്യത്തിനെ നമുക്ക് സംരക്ഷിക്കാം.